ചുരുങ്ങിയ ചെലവിൽ നമുക്ക് രാമേശ്വരത്തേക്ക് ഇനി യാത്ര പോകാം. ഈ കാണുന്ന പഴയ പാമ്പൻ പാലത്തിലൂടെ നിങ്ങൾ എത്ര പേര് യാത്ര ചെയ്തിട്ടുണ്ട്? ഇപ്പം തന്നെ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ പാമ്പൻ പാലത്തിലൂടെയുള്ള ആദ്യ യാത്ര നടത്താനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് ടെസ്റ്റ് റണ്ണും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള ആദ്യ യാത്രയ്ക്കുള്ള ട്രെയിനാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനഘട്ട സജ്ജീകരണത്തിലാണ്. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഈ ഒരു പഴയ പാമ്പൻ പാലത്തിന് 105 വർഷത്തിലധികം പഴക്കമുണ്ട്. ദ മോസ്റ്റ് ഡേഞ്ചറസ് റെയിൽവേ റൂട്ട് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ആദ്യം വരുന്നത് ഈ കാണുന്ന പഴയ പാമ്പൻ പാലമായിരിക്കും. അപ്പോൾ ഈ ഒരു പഴയ പാമ്പൻ പാലം മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പുതിയൊരു പാമ്പൻ പാലം പണിതിട്ടുള്ളത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇനോഗ്രേഷനായിട്ട് വരുന്നത്. ഏപ്രിൽ 6 തീയതി 2025 അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രെയിനിൽ കയറണം. ആ ട്രെയിനിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഒന്ന് ട്രാവൽ ചെയ്യണം. അതിൻ്റെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1914 രാജ്യത്തെ ആദ്യത്തെ കടൽപ്പാലം വരുന്നത്. പിന്നീട് 1964 ഒരു വലിയ അപകടം നടന്നു. അത് പലർക്കും ഓർമ്മയുണ്ടാവും. പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനാണ് ആ അപകടത്തിൽപ്പെട്ടത്. അതിൽ 100-ലധികം ആളുകളാണ് മരണപ്പെട്ടത്. പിന്നീട് പാലത്തിന് വന്നിട്ടുള്ള തകരാറ് നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിലാണ് പുതുക്കി പണിതത്. പിന്നീട് കാലപ്പഴക്കം, സുരക്ഷാ പ്രശ്നം എന്നിവ പരിഗണിച്ച് 2022 ഈ പാലം ഡീകമ്മീഷൻ ചെയ്തു. പഴയ പാമ്പൻ പാലമായിരുന്നു ഈ കാണുന്നത്. അതിൻ്റെ പഴയ ബോർഡൊക്കെ നമുക്ക് കാണാം, മഞ്ഞ ബോർഡ്. ഇപ്പോൾ പുതിയ നീല ബോർഡൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 535 കോടി ചെലവിലാണ് ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഈ ഒരു പാലത്തിനടുത്തായിട്ട് പാമ്പൻ ബ്രിഡ്ജ് കൺട്രോൾ ടവറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഈ ഒരു പാലത്തിൻ്റെ കൺട്രോളിംഗ് എല്ലാം നടക്കുന്നത്. 2.8 കിലോമീറ്ററാണ് ഈ പാമ്പൻ പാലത്തിൻ്റെ നീളമായി വരുന്നത്. 99 കോൺക്രീറ്റ് പില്ലേഴ്സിലാണ് ഈ പാലം നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനത്തോടുകൂടി പണി കഴിപ്പിച്ച പാലമാണ് ഈ കാണുന്നത്. കപ്പലുകളെല്ലാം വരുമ്പോൾ ഈ പാലം 18.3 മീറ്റർ ഇങ്ങനെ പൊങ്ങും. മുമ്പുണ്ടായിരുന്ന പാലം 2 സൈഡിൽ ആയിരുന്നു ഓപ്പണിംഗ്. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. ഒരുപാട് സെൻസേഴ്സ് എല്ലാം ഘടിപ്പിച്ചിട്ടാണ് ഈ പാലത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. മുമ്പുണ്ടായിരുന്ന ഈ ഒരു പഴയ പാമ്പൻ പാലത്തിലൂടെ 10 km/h എന്ന വേഗതയിൽ ട്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കെട്ടിയിട്ടുള്ള പുതിയ പാലത്തിലൂടെ നമുക്ക് 98 km/h എന്ന വേഗതയിൽ നമുക്ക് ട്രെയിനിന് പോകാൻ സാധിക്കും. ഈ ഒരു പാലത്തിന് മുകളിലൂടെയുള്ള ടെസ്റ്റ് റണ്ണിംഗ് എല്ലാം 100 കിലോമീറ്ററിൻ്റെ മുകളിൽ സ്പീഡിലാണ് ഇവർ ഓടിച്ചു പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മണ്ഡപം റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ ബാക്കിൽ ഒരു ട്രെയിൻ കണ്ടില്ലേ? ഈ ട്രെയിനാണ് ഉദ്ഘാടനത്തിനായി സെറ്റാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഒരുപാട് പൂക്കളും ഒരുപാട് തോരണങ്ങളൊക്കെ തൂക്കി വളരെ ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല എൻജിൻ തന്നെ നമ്മുടെ കൊടിയുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ നിറത്തിലാണ് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ഒഫീഷ്യൽസും കുട്ടികളും നമ്മളോടൊപ്പം ഈ യാത്രയിൽ ഉദ്ഘാടനത്തിനായി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ പാലത്തിലൂടെ പോകുമ്പോൾ റോഡ് ബ്രിഡ്ജിൽ നിന്നാണ് നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. 2022 അവസാനത്തോടുകൂടി പഴയ പാമ്പൻ പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വർഷത്തിന് ശേഷം 2025 ഏപ്രിലാണ് ഈ ഒരു പുതിയ പാമ്പൻ പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ട് ട്രെയിൻ ഓടാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ആളുകൾക്ക് രാമേശ്വരത്തേക്ക് വളരെ ഈസി ആയിട്ട് വരാൻ പറ്റും. കാരണം ഇത്രയും കാലം രാമനാഥപുരം വരെ മാത്രമേ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ബൈ റോഡാണ് നമുക്ക് രാമേശ്വരത്തേക്ക് പോകാൻ പറ്റുക. ഇനി ഈ ഒരു പുതിയ പാമ്പൻ പാലത്തിൻ്റെ പണി പൂർത്തിയായതോടുകൂടി ഒരുപാട് ട്രെയിനുകൾ രാമേശ്വരത്തേക്ക് ഓടി തുടങ്ങും. നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർക്കും ഒരുപാട് ട്രെയിനുകളിലൂടെ നമുക്ക് ഇനി രാമേശ്വരത്തേക്ക് വരാൻ പറ്റുന്നതാണ്. ഈ ഒരു പാമ്പൻ പാലത്തിൻ്റെ ഇനോഗ്രേഷൻ ഞങ്ങൾ ഗ്രീൻ മാംഗോ കസിൻസ് എത്തിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓൾ ഓവർ ഇന്ത്യ കാത്തിരുന്ന ഒരു റെയിൽവേ പാതയാണ് ഈ ഒരു പാമ്പൻ പാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാതയിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചതും അതുമാത്രമല്ല ആദ്യമായിട്ട് ഓടുന്ന ആ ഒരു ട്രെയിനിൽ ഞങ്ങൾക്ക് കൂടെ കയറാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഈ പുതിയ പാമ്പൻ പാലത്തിലൂടെയുള്ള ടെസ്റ്റ് റൺ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കസിൻസായിട്ടൊരു രാമേശ്വരം യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സുഹൃത്ത് രാംനാഥാണ് ഈ ഒരു ഇനോഗ്രൽ ഫംഗ്ഷനിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഈ നമ്മുടെ സുഹൃത്ത് രാംനാഥാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇന്ത്യൻ റെയിൽഗ്രാം എന്ന പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഞങ്ങളുടെ സുഹൃത്ത് രാംനാഥിന് ഒരുപാട് താങ്ക്സ്. അങ്ങനെ നമ്മൾ മണ്ഡപത്തിൽ നിന്ന് ട്രെയിൻ എടുത്തു, നേരെ ആ പാമ്പൻ പാലത്തിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോനെ ഇനോഗ്രൽ ട്രിപ്പ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പാലത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ ആ പാലത്തിലൂടെ പോകുന്നത് കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് കടലിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ വീണ്ടും പാമ്പൻ പാലത്തിലൂടെയുള്ളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഫുള്ളി എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ മണ്ഡപത്തിൽ നിന്ന് ട്രെയിൻ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു പാമ്പൻ പാലത്തിൽ വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സൈറ്റായിട്ട് നിൽക്കുന്നത് നമ്മൾ പാമ്പൻ പാലത്തിലാണ്. ആ കടലിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ PM എത്തിയിട്ടില്ല. അത് എത്തിയതിന് ശേഷം അതായത് ഈ കാണുന്ന റോഡ് ബ്രിഡ്ജിൽ നിന്ന് കൊടിവീശി കാണിക്കും, ഫ്ലാഗ് ഓഫ് ചെയ്യും. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവുള്ളൂ. അപ്പോൾ അത് എക്സൈറ്റായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കടലിൻ്റെ മുകളിലാണ്. നമുക്കൊരു താഴത്തേക്ക് നോക്കിയാൽ ഫുള്ള് വെള്ളമാണ് കാണുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് റെയിൽവേ റൂട്ട് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഈ ഒരു പാമ്പൻ പാലമാണ്. ആ കാണുന്ന പഴയ പാമ്പൻ പാലമുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ പാമ്പൻ പാലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അവർ ഫ്ലാഗ് ഓഫ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ പോവുകയാണ്.
ഈ പുതിയ പാമ്പൻ പാലം മുഴുവൻ ഇലക്ട്രിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിൻ ഓടുന്നില്ല. അധികം വൈകാതെ തന്നെ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങും. 58 km/h വേഗതയിൽ വരുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ ഈ ഒരു പാലത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. അതിലും കൂടുതൽ വേഗത്തിലാണ് കാറ്റടിക്കുന്നതെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഓട്ടോമാറ്റിക്കായി നിൽക്കുന്ന സൗകര്യം ഈ ഒരു പാലത്തിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ നരേന്ദ്രമോദി കൊടി കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തതോടുകൂടി പാമ്പൻ പാലം തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ ഇനി ഇതിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങും. പുതിയ പാലത്തിൻ്റെ പണി പൂർത്തിയായാലും പഴയ പാലം ഒരു സ്മാരകമായി നിലനിർത്താനാണ് ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പുതിയ പാലം തുറന്നതോടുകൂടി ഒരുപാട് ട്രെയിനുകളാണ് ഇനി രാമേശ്വരത്തേക്ക് ഓടാൻ പോകുന്നത്. കേരളത്തിൽ നിന്നും ഇനി ഡയറക്റ്റ് ട്രെയിനുകൾ രാമേശ്വരത്തേക്ക് ഉണ്ടാവാം. തിരുവനന്തപുരത്ത് നിന്നും മധുരൈ വരെ പോകുന്ന അമൃത എക്സ്പ്രസ് ഇനി രാമേശ്വരം വരെ നീട്ടാൻ സാധ്യതയുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു യാത്രയാണ് പാമ്പൻ പാലത്തിലൂടെയുള്ള ഈ ഒരു ട്രെയിൻ യാത്ര. ഈ ഒരു പുതിയ പാലം തുറന്നതോടുകൂടി നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇനി രാമേശ്വരത്തേക്ക് ഒരു യാത്ര നടത്താം. കൂടുതൽ ട്രെയിനിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു പാമ്പൻ പാലത്തിലൂടെയുള്ള ഇനോഗ്രേഷൻ ഫംഗ്ഷന് ഞങ്ങൾ ഗ്രീൻ മാംഗോ കസിൻസും കൂടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാം.